ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ മക്കളുടെ സോഷ്യൽ സയൻസിലെ 3rd ചാപ്റ്ററാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ, പാത്ത് ആൻഡ് ഗൈഡിംഗ് ലൈറ്റ് എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. നമ്മൾ ഓൾറെഡി ഇതിലെ മലയാളം മീഡിയം ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് കാണാത്തവർ മലയാളം മീഡിയം കുട്ടികൾക്ക് ആവശ്യമാണെങ്കിൽ STD7 സോഷ്യൽ സയൻസ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കുക, അതല്ലെങ്കിൽ STD7 ഓൾ സബ്ജക്ട്സ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ എല്ലാ വിഷയങ്ങളും കാണാനായിട്ട് സാധിക്കുന്നതാണ്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 7ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD7 ഓൾ സബ്ജക്ട്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. I shall strive for a constitution which will release India from all thraldom and patronage and give her, in which the poorest shall feel that it is their country, in whose making they have an effective voice, an India in which all communities shall live in perfect harmony. There can be no room in such an India for the curse of untouchability or the curse of intoxicating drinks and drugs. Women will enjoy the same rights as men. അപ്പോൾ ഇത് മഹാത്മാഗാന്ധി യങ് ഇന്ത്യ 1931 പറഞ്ഞിട്ടുള്ള ഒരു ക്വാട്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉദ്ധരണിയാണ് കേട്ടോ. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഞാൻ ഇന്ത്യയെ എല്ലാ പ്രതിസന്ധിയിൽ നിന്നും രക്ഷാകർതൃത്വത്തിൽ നിന്നും മോചിപ്പിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് പരിശ്രമിക്കും. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഭരണഘടന, അതിനായിട്ട് ഞാൻ പരിശ്രമിക്കും. ഏറ്റവും പുവറസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്കും ഏറ്റവും ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് പോലും നമ്മുടെ രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ അവർക്ക് പോലും ഒരു പങ്കുണ്ടാക്കുകയും അവർക്ക് പോലും ശബ്ദം ഉണ്ടാകുകയും അതുപോലെ ഈ കൺട്രി അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം. പിന്നെ അൺടച്ചബിലിറ്റി, അതായത് തൊട്ടുകൂടായ്മയിൽ നിന്ന്, പിന്നെ ഡിസ്ക്രിമിനേഷൻസ്, പലതരത്തിലുള്ള വേർതിരിവുകളുണ്ട്. അതിൽ നിന്നൊക്കെ എല്ലാ സമുദായക്കാരും അതിൽ നിന്നെല്ലാം മാറി എല്ലാവരും ഒരു ഹാർമണിയോടുകൂടി സൗഹാർദ്ദത്തോടു കൂടിയിട്ട് ജീവിക്കുന്ന ഇന്ത്യയാണ് ഞാൻ സ്വപ്നം കാണുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇന്ത്യക്കായാണ് എൻ്റെ പരിശ്രമം. പിന്നെ അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മയുടെയും പിന്നെ ഡ്രഗ്സിൻ്റെ, ലഹരി വസ്തുക്കളുടെയും ഒക്കെ ഉപയോഗമില്ലാത്ത, അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും കേഴ്സ് ഇല്ലാത്ത, ശാപമില്ലാത്ത ഒരു ഇന്ത്യയാണ് എൻ്റെ സ്വപ്നം. ഞാൻ അതിനായാണ് പരിശ്രമിക്കുന്നത്. അതുമാത്രമല്ല, പുരുഷന്മാരുടെ അവകാശങ്ങൾ പോലെ തന്നെ സ്ത്രീകൾക്കും അത്തരത്തന്നെ തുല്യ ഇക്വാലിറ്റി, അതേ അവകാശം തന്നെ സ്ത്രീകൾക്കും അനുഭവിക്കാനാകുന്ന ഒരു ഇന്ത്യയാണ് ഞാൻ സ്വപ്നം കാണുന്നത്. ഇതാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ള ക്വാട്ട്. വാസ് ഇറ്റ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ദാറ്റ് വി സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് എ കോൺസ്റ്റിറ്റ്യൂഷൻ? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷമാണോ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്? നോ, അല്ല, അല്ലേ? വാട്ട് ഐഡിയാസ് ഡിഡ് ഗാന്ധിജി വിഷ് ടു ഹാവ് ഇൻ ദ ഫ്യൂച്ചർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ഭാവി കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നാണ് ഗാന്ധിജി സ്വപ്നം കണ്ടത്? ഒന്ന്, സൊവേറിനിറ്റി, അതായത് പരമാധികാരം, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളുടെ അധികാരം നമുക്ക് തന്നെയാണ്. ഇക്വാലിറ്റി, തുല്യത, ഫ്രെറ്റേണിറ്റി, സാഹോദര്യം, ജെൻഡർ ജസ്റ്റിസ്, അതായത് ലിംഗനീതി, അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ നീതി. പിന്നെ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ സെക്യുലറിസം എന്ന് വെച്ചാൽ മതേതരത്വം, പിന്നെ ലിബർട്ടി, സ്വാതന്ത്ര്യം. Constitution, the dream of freedom fighters. The first war of independence in 1857 was the first mass movement against the British rule. Soldiers, tribals, kings, feudal lords, peasants, and many other groups participated in the struggle. ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് 1857 ഇതാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യ നടത്തിയിട്ടുള്ള ആദ്യത്തെ ഫസ്റ്റ് മാസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരുപാട് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ സമരത്തിൽ ഒരുപാട് സോൾജിയേഴ്സും ട്രൈബൽസും, നമ്മളെ ആദിവാസി ഗ്രൂപ്പുകളും, അതുപോലെ രാജാക്കന്മാരും ഫ്യൂഡൽ പ്രഭുക്കളും പെസൻസും കർഷകരും ഒക്കെ ഒത്തൊരുമിച്ച് കൂടിയിരുന്നു. ദിസ് മൂവ്മെൻറ്റ് ഹെൽപ് ദ പീപ്പിൾ ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് നാഷണലിസം ബേസ്ഡ് ഓൺ റിലീജിയസ് ഹാർമണി. ഈ മൂവ്മെൻറ്റ് ജനങ്ങളെ ഒരു ഗ്രൂപ്പാക്കി, അല്ലെങ്കിൽ ഒരു നാഷണലിസം, ഒരു രാജ്യക്കാരാണ്, നമ്മളൊരു രാജ്യക്കാരാണ് എന്നുള്ള രീതിക്ക് ഹാർമണി, ഐക്യത്തോട് കൂടിയിട്ട് എത്താനായിട്ടുള്ള ഇതിന് പ്രേരണയായി. ദ സ്ട്രെങ്തനിങ് ഓഫ് നാഷണലിസം ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് മെനി റീജിയണൽ ഓർഗനൈസേഷൻ എഗെയിൻസ്റ്റ് ഫോറിൻ ഡോമിനേഷൻ ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ, ഈ ഒരു ശാക്തീകരണം കൊണ്ട് തന്നെ ഇന്ത്യയുടെ ഒരുപാട് മേഖലകളിൽ, ഒരുപാട് പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഓർഗനൈസേഷൻസ് രൂപം കൊണ്ടിരുന്നു. മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ ആൻഡ് പൂനെ സാർവജനിക് സഭ ആർ സം എക്സാമ്പിൾസ്. അതിന് എക്സാമ്പിൾസ് ആണ് മദ്രാസ് നേറ്റീവ് അസോസിയേഷനും പൂനെ സാർവജനിക് സഭയും. As distinctive
from such organization of a regional nature, a national organization emerged in 1885 through the Indian National Congress. അങ്ങനെയാണ് എന്താണ് ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കീഴിലൂടെ 1885 ഒരു പ്രത്യേക ഓർഗനൈസേഷൻ എന്താണ് നാഷണൽ ഓർഗനൈസേഷൻ രൂപം കൊണ്ടത്. വിത്ത് ദാറ്റ് ദ ആൻറ്റി ബ്രിട്ടീഷ് agitations at the national level achieved an organized dimension. The main objectives of this movement were to bring the problem of various groups of people in India to the attention of the British authorities and to develop a sense of nationalism among the people beyond caste, religion and regional thinking. അതോടുകൂടിയിട്ട് ദേശീയ തലത്തിൽ എന്താണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് നമുക്ക് യുണൈറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സംഘടിക്കാനായിട്ട് സാധ്യമായി. ഇന്ത്യയിലെ തന്നെ വിവിധ ആളുകളുടെ പ്രശ്നങ്ങൾ അവിടെയുള്ള അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, അതുപോലെ ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായിട്ട് ജനങ്ങൾക്കിടയിലൊരു നാഷണലിസം അല്ലെങ്കിൽ ദേശീയ ബോധം വളർത്തുക തുടങ്ങിയവയായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. The main objectives of the freedom struggle was not only to end foreign rule but also to ensure a better social and political life for every Indian. At each phase of the struggle, the leadership had different views, including moderate extremist nationalism. However, the nationalist movement proceeded by upholding some basic ideas and values. ഫോറിൻ റൂള് അല്ലെങ്കിൽ വിദേശ ഭരണം അവസാനിപ്പിക്കുക, ബ്രിട്ടീഷുകാരുടെ ഭരണം അവസാനിപ്പിക്കുക എന്നത് മാത്രമായിരുന്നില്ല, മെച്ചപ്പെട്ട സോഷ്യലായിട്ടുള്ള അതുപോലെ പൊളിറ്റിക്കലായിട്ടുള്ള ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നതും ഇതിൻ്റെ ഒരു ലക്ഷ്യങ്ങളിൽ പെട്ട ഒന്നായിരുന്നു. സമരത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അവരെന്ത് ചെയ്തു, തീവ്ര ദേശീയവാദം, അതായത് മോഡറേറ്റ് എക്സ്ട്രീമിസ്റ്റ് നാഷണലിസം, ഓക്കെ, അതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ വേർഡിൻ്റെ മീനിങ് ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതുൾപ്പെടെ നേതൃത്വത്തിന് പല തരത്തിലുള്ള കാഴ്ചപ്പാടുകളും ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ചില അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് പോയിരുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ്, അതാണ് ദേശീയ പ്രസ്ഥാനം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ് മുന്നോട്ട് പോയിരുന്നത്. വിത്ത് ദ advent of Gandhi, the freedom movement transformed itself into a mass movement. Gandhiji's influence strengthened the demand for democracy based on social justice. The leaders wished that the ideas and values of freedom, equality based on social justice, brotherhood, and religious harmony put forward by the national movement should be the foundation of our constitution. These views influenced the framing of our constitution. ഗാന്ധിജിയുടെ വരവോട് കൂടിയിട്ടാണ് സ്വാതന്ത്ര്യ സമരത്തിന് വലിയൊരു മാസ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഈ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വരാനായിട്ട് തുടങ്ങിയത്. ഗാന്ധിജിയുടെ സ്വാധീനം വളരെയധികം ജനാധിപത്യത്തിൽ അല്ലെങ്കിൽ ഡെമോക്രസിയിൽ അധിഷ്ഠിതമായിരുന്നു. അപ്പോൾ ഡെമോക്രസി വേണം എന്നുള്ള ആവശ്യം ശക്തമാക്കിയത് ഗാന്ധിജിയുടെ സ്വാധീനം കൊണ്ടാണ്. അങ്ങനെ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ് മുന്നോട്ട് വെച്ച ഫ്രീഡം, സ്വാതന്ത്ര്യം, പിന്നെ അതുപോലെ സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ സമത്വം, അതുപോലെ ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, സാഹോദര്യം, പിന്നെ അതുപോലെ സെക്യുലറിസം, ബ്രദർഹുഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് നമ്മുടെ ഭരണഘടനയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് അടിത്തറയാകേണ്ടതാണ്, ബേസിക്കായിട്ട് വേണ്ട കാര്യങ്ങളാണെന്ന് അന്നത്തെ നേതാക്കൾ ആഗ്രഹിച്ചു. അല്ലെങ്കിൽ അവർക്കും അതിനുള്ള അഭിപ്രായം അല്ലെങ്കിൽ അതിനുള്ള താല്പര്യം ഉണ്ടായി. അതായത് ഈ സംഭവങ്ങളൊക്കെ ബേസിക് കാര്യങ്ങളായിട്ടുള്ള ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, സെക്യുലറിസം, ബ്രദർഹുഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് അവരും ഒരുമിച്ച് പറയാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ ഒരു പെർസ്പെക്റ്റീവ്സ് ആണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനെ ഏറെ സ്വാധീനിച്ചത് എന്ന് നമുക്ക് പറയാം. ഇനി താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒബ്സർവ് ദ ഫിഗർ ബിലോ ആൻഡ് റെക്കോർഡ് യുവർ കൺക്ലൂഷൻ. താഴെ ഒരു പിക്ചർ ഉണ്ട്, നോക്കൂ. നമ്മളുടെ ഇന്ത്യയുടെ ഫ്ലാഗ് പിടിച്ച് മുന്നോട്ട് വരുന്ന ഒരു സ്വാതന്ത്ര്യ സമര നേതാവാണ്. അവരുടെ ആവശ്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. റിലീജിയസ് ഹാർമണി, ബ്രദർഹുഡ്, ഡെമോക്രസി, വെൽഫെയർ സ്റ്റേറ്റ്, ജസ്റ്റിസ്, സെക്യുലറിസം, ഇക്വാലിറ്റി, ഫ്രീഡം ഫോർ ഓൾ തുടങ്ങിയിട്ടുള്ളവ. ഇനി എന്തൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇൻഡിവിജ്വൽ ഫ്രീഡം ഷുഡ് ബി ഗിവൺ പ്രയോറിറ്റി. വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുക്കണം. സിവിൽ റൈറ്റ്സ് മസ്റ്റ് ബി എൻഷുർഡ്. പൗരാവകാശങ്ങളൊക്കെ നടപ്പാക്കണം അല്ലെങ്കിൽ ഉറപ്പാക്കണം. ഓൾ റിലീജിയൻസ് ഷുഡ് ബി ഗിവൺ ഈക്വൽ ഇമ്പോർട്ടൻസ്. എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം. സോഷ്യൽ ജസ്റ്റിസ് ഷുഡ് ബി എൻഷുർഡ്. സാമൂഹ്യ നീതി ഉറപ്പുവരുത്തണം. ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ ഷുഡ് ബി സ്ട്രെങ്തൻഡ്. ജനാധിപത്യ ഭരണം അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ, അതാണ് ജനാധിപത്യ ഭരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് ശക്തിപ്പെടുത്തണം. ഇനി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്?
എൻഷുറിംഗ് ദാറ്റ് ഓൾ സിറ്റിസൺസ് ആർ ഈക്വൽ ബിഫോർ ദ ലോ. നിയമത്തിന് മുന്നിൽ എല്ലാ പൗരന്മാരും തുല്യരാണെന്ന് ഉറപ്പുവരുത്തണം. പ്രൊമോഷൻ ഓഫ് എ സൊസൈറ്റി ബേസ്ഡ് ഓൺ ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ്. ഈ ഇക്വാലിറ്റിയിലും സമത്വത്തിലും അതുപോലെ നീതിയിലും അധിഷ്ഠിതമായൊരു സമൂഹത്തിൻ്റെ ഉന്നമനം, അതായത് ഉയർച്ച, സമൂഹത്തിൻ്റെ ഉയർച്ച ഉറപ്പുവരുത്തണം. എൻഷുറിംഗ് ദ വെൽഫെയർ ആൻഡ് പ്രോഗ്രസ് ഓഫ് ഓൾ ഇറ്റ്സ് സിറ്റിസൺ. ആ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ പൗരന്മാരുടെയും ക്ഷേമവും പുരോഗതിയും ഉറപ്പാക്കണം. ഇനി അതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ ബിക്കേം ദ ഫൗണ്ടേഷൻ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഇവാലുവേറ്റ്. നമ്മളുടെ ഭരണഘടനയുടെ അടിത്തറയായിട്ട് മാറിയത് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ ആണ്. ഈ അഭിപ്രായത്തോട് നിങ്ങൾ അതിനെക്കുറിച്ച് വിലയിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോൾ പഠിച്ച ഈ കാര്യങ്ങൾ തന്നെ എഴുതി കൊടുത്താൽ മതി കേട്ടോ. The first war of independence in 1857 helped the people to develop a sense of nationalism based on religious harmony. The Indian National Congress formed in 1885 helped to develop a sense of nationalism among the people beyond caste, religion and regional thinking. The main objectives of the freedom struggle was not only to end foreign rule but also to ensure a better social and political life for every Indian. Gandhiji's influence strengthened the demand for democracy based on social justice. The ideas and values of freedom, equality based on social justice, brotherhood, and religious harmony put forward by the national movement should be the foundation of our constitution. These views influence the framing of our constitution. Precursor to the constitution. ഇനി ഭരണഘടനയുടെ മുൻഗാമികളെ കുറിച്ചാണ് നോക്കുന്നത്. ഇവിടെ ഒരു കുട്ടിക്കൊരു സംശയമുണ്ട്. നോക്കൂ. Didn't we get the freedom on 15 August 1947 but the constitution came into force on 26 January 1950. Then what was India's constitution and law for 2.5 years after independence? നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയത്, സ്വാതന്ത്ര്യം കിട്ടിയത് 1947 ഓഗസ്റ്റ് 15 ആണ്. പക്ഷേ ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത് എപ്പോഴാണ്? 1950 ജാനുവരി 26 അപ്പോൾ ഏകദേശം 2.5 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2.5 വർഷം ഇന്ത്യയുടെ ലോസും കോൺസ്റ്റിറ്റ്യൂഷണൽ ലോസും അതുപോലെ ജസ്റ്റിസും ഒക്കെ എന്തായിരുന്നു എന്നാണ് ഡൗട്ട്. ഡോണ്ട് യു ഹാവ് സച്ച് എ ഡൗട്ട്? നിങ്ങൾക്കും അങ്ങനെ ഒരു സംശയമില്ലേ? വാട്ട് വി ഫോളോഡ് വാസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഇൻ 1935 until we became a republic. Many ideas and provisions of our constitution were taken from this act. Our constitution came into force on 26 January 1950, replacing this act. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമങ്ങളുടെ ഒരു വ്യവസ്ഥിതിയായിരുന്നു എന്ത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. ഇത് 1935 കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു റൂളായിരുന്നു ആ 2 വർഷക്കാലം ഫോളോ ചെയ്തിരുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാഴ്ചപ്പാടുകളും ഐഡിയാസും ഒക്കെയാണ് നമ്മൾ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിലും വരുത്തിയിരിക്കുന്നത്. അതിനെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്ത് വരുത്തി എന്നേ ഉള്ളൂ. ഫൈൻഡ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ബൈ ഒബ്സർവിങ് ദ ഫിഗർ ബിലോ. ഇനി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ ഫീച്ചേഴ്സ് താഴെ തന്നിട്ടുണ്ട് ഫിഗറിൽ, അത് നോക്കാം. ആദ്യത്തേത് നോക്കൂ. ബൈ ക്യാമറൽ ലെജിസ്ലേറ്റർ ഇൻ 6 പ്രൊവിൻസസ്. 6 പ്രവിശ്യകളിൽ, പ്രൊവിൻസസ് എന്ന് വെച്ചാൽ പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകളുണ്ടായിരുന്നു. ദെൻ 321 സെക്ഷൻസ് ആൻഡ് 10 ഷെഡ്യൂൾസ്. 321 വിഭാഗങ്ങളും അതിൽ 10 പട്ടികകളും. അടുത്തത് ബൈക്യാമറൽ ലെജിസ്ലേറ്റർ അറ്റ് ദ സെൻറ്റർ. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ. സ്പെഷ്യൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഫോർ വീക്കർ സെക്ഷൻസ്, വിമൻ ആൻഡ് വർക്കേഴ്സ്. സമൂഹത്തിലെ വീക്കർ സെക്ഷൻസും ദുർബലപ്പെട്ട വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും അതുപോലെ തൊഴിലാളികൾക്കും പ്രത്യേക മണ്ഡലങ്ങൾ. ദെൻ പവർ ഡിവൈഡഡ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് ദ പ്രൊവിൻസസ്. കേന്ദ്രത്തിലും അതുപോലെ പ്രവിശ്യകൾക്കുമായിട്ട് അധികാരം വിഭജിച്ചു. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടുവാർഡ്സ് ഫ്രെയിമിംഗ്. ഇനി ഭരണഘടന നിർമ്മാണത്തിലേക്ക്. എ കോഡ് ഓഫ് ലോസ് ഫോർ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ വാസ് വൺ ഓഫ് ദ മെയിൻ പ്രൊപ്പോസൽസ് ഓഫ് ദ ക്യാബിനറ്റ് മിഷൻ ദാറ്റ് വിസിറ്റഡ് ഇന്ത്യ ഇൻ 1946 ടു ഡിസ്കസ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ. ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ഫോംഡ് വിത്ത് ദിസ് ഒബ്ജക്റ്റീവ്സ്. 1946 അധികാരം കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി, അതായത് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരികെ അധികാരം കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായിട്ട് ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷൻ്റെ പ്രധാന നിർദ്ദേശങ്ങളിലൊന്നായിരുന്നു നിയമസഭയ്ക്കായിട്ടുള്ള കോഡ് ഓഫ് ലോസ് എന്ന് പറയുന്നത്, അതായത് നിയമസംഹിത എന്ന് പറയുന്നത്. ഈ ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് പിന്നീട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോർമേഷൻ ആയത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കീ ഫീച്ചേഴ്സ്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഫീച്ചേഴ്സ്, സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. ആദ്യത്തേത് ഫസ്റ്റ് മീറ്റിംഗ് 9 ഡിസംബർ 1946. ആദ്യത്തെ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9.
ദ ഇലക്റ്റഡ് ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. തിരഞ്ഞെടുക്കപ്പെട്ട ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റഡ് ആൻഡ് സൈൻഡ് ഓൺ 26 നവംബർ 1949. ഭരണഘടന അംഗീകരിച്ചത് ഒപ്പുവെച്ചത് 1949 നവംബർ 26-നാണ്. കെയിം ഇൻ ടു എഫക്റ്റ് ഓൺ 26 ജാനുവരി 1950. ഇന്ത്യ ബിക്കെയിം റിപ്പബ്ലിക്. അങ്ങനെ 1950-ൽ ഇന്ത്യ റിപ്പബ്ലിക്കായി, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നു. ചെയർമാൻ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ ബി ആർ അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു. ഫ്രെയിമിംഗ് പീരിയഡ് 2 years 11 months 17 days. കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മാണത്തിനായിട്ടുള്ള കാലയളവ് വന്നത് 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ്. ഫോർ ആൻ അൺബ്ലമിഷ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. കുറ്റമറ്റ ഭരണഘടനയ്ക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നോക്കുന്നത്. ഇതാരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ഫോട്ടോയായിട്ട് അവിടെ തന്നിരിക്കുന്നത്. ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വിച്ച് വാസ് entrusted to frame our constitution had the desire that it should be the best in the world. The chief architect of our constitution, Dr. B.R. Ambedkar, made a detailed study of the constitutions about 60 countries. He intended to adopt the good aspects of other countries' constitutions while adopting the ideas from foreign constitutions. Due consideration was given to India's diversity, historical tradition and culture. ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആവണം നമ്മുടേത് എന്ന ആഗ്രഹം അത് എഴുതി തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മുഖ്യ ശില്പി ആരായിരുന്നു? ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. ഏകദേശം 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ അദ്ദേഹം പഠിച്ചിട്ട് അതിന് പഠന വിധേയമാക്കിയിട്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എടുത്ത അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ നല്ല വശങ്ങൾ എല്ലാം കൂട്ടിച്ചേർത്തതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഏകദേശം 60 രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നെടുത്ത നല്ല വശങ്ങൾ കൂട്ടിച്ചേർത്തതാണ് നമ്മുടെ ഭരണഘടന. അങ്ങനെ ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റി, ഇന്ത്യ നാനാത്വത്തിൽ ഏകത്വം എന്നറിയപ്പെടുന്നതാണ് അല്ലേ. ഒരുപാട് വ്യത്യസ്ത വൈവിധ്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഈ വൈവിധ്യം, അതുപോലെ ഹിസ്റ്റോറിക്കൽ ട്രഡീഷൻ, ചരിത്ര പാരമ്പര്യം, പിന്നെ നമ്മളുടെ സംസ്കാരം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പരിഗണിച്ചാണ് ഫോറിൻ നേഷൻസിൻ്റെ ഭരണഘടനകളിലെ ആശയങ്ങൾ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. Diverse features. India has the largest written constitution in the world. Our constitution, which came into force on 26 January 1950, had 22 parts, 395 articles and 8 schedules. അപ്പോൾ നമ്മളുടെ ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്, എഴുതപ്പെട്ട ഭരണഘടനയാണ് നമ്മൾ ഇന്ത്യയുടേത്. 1950 ജാനുവരി 26-നാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്. ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ 22 പാർട്സ്, 22 ഭാഗങ്ങളും 395 ആർട്ടിക്കിൾസ്, 395 അനുച്ഛേദങ്ങളും 8 ഷെഡ്യൂൾസ്, 8 പട്ടികകളും ഉണ്ടായിരുന്നു. വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് നോക്കൂ. പാർലമെൻ്ററി ഡെമോക്രസി. ആദ്യത്തേത് പാർലമെൻ്ററി ഡെമോക്രസിയാണ്. അതായത് ദ ലെജിസ്ലേറ്റർ കൺട്രോൾസ് ദ എക്സിക്യൂട്ടീവ് ഓഫ് ദ കൺട്രി. രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകളാണ് നിയന്ത്രിക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ, പോപ്പുലർ സൊവേറിനിറ്റി. അതായത് ജനങ്ങളുടെ പരമാധികാരം, ജനങ്ങൾക്കാണ് അധികാരം. ഓൾ ദ പവേഴ്സ് ഓഫ് ദ നേഷൻ ഒറിജിനേറ്റ് ഫ്രം ദ പീപ്പിൾ. രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഒറിജിനേറ്റ് ചെയ്യുന്നത് ജനങ്ങളിൽ നിന്നാണ്. രണ്ടാമത്തേത് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് ഗ്യാരണ്ടീഡ് സർട്ടൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ബൈ ദ സ്റ്റേറ്റ്. ഓരോ വ്യക്തിക്കും നമ്മളുടെ സ്റ്റേറ്റ് ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങൾ, അതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അടുത്തത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ദാറ്റ് എവറി ഇൻഡിവിജ്വൽ ഓസ് ടു ദ നേഷൻ ആൻഡ് സൊസൈറ്റി. ഇനി ഓരോ വ്യക്തിക്കും അവരുടെ അടിസ്ഥാന അവകാശങ്ങൾ മാത്രമല്ല, ഓരോ വ്യക്തിയും സ്റ്റേറ്റിനോടും അതുപോലെ സൊസൈറ്റിയോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. അതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. നെക്സ്റ്റ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, അതായത് മാർഗനിർദ്ദേശ തത്വങ്ങൾ. ഡയറക്ഷൻസ് ഗിവൺ ടു ദ സ്റ്റേറ്റ് ടു എൻഷുർ സോഷ്യൽ ആൻഡ് എക്കണോമിക് റൈറ്റ്സ്. സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി സ്റ്റേറ്റിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. നെക്സ്റ്റ്, റൂൾ ഓഫ് ലോ, അതായത് നിയമവാഴ്ച. ഓൾ സിറ്റിസൺസ് ആർ സബ്ജക്റ്റ് ടു ദ ലോ, നോ വൺ ഈസ് അബവ് ദ ലോ. രാജ്യത്തുള്ള എല്ലാ പൗരരും നിയമത്തിന് വിധേയരാണ്, ആരും നിയമത്തിന് അതീതരല്ല. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. എല്ലാവർക്കും അറിയാലോ
അധികാരം അല്ലേ. റൈറ്റ് ടു വോട്ട് ഗിവൺ ടു ഓൾ ഹു അറ്റൈൻഡ് എ പെർട്ടിക്കുലർ ഏജ്, ഒരു പ്രത്യേക നിശ്ചിത പ്രായമെത്തിയായ പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇപ്പോൾ ആ പ്രായം എന്താണ്? 18 വയസ്സാണ്. 18 വയസ്സായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. നെക്സ്റ്റ്, ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. The judicial system is independent of the legislature and executive. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട ഇൻഡിപെൻഡൻ്റായ ഒരു നീതിന്യായ വ്യവസ്ഥ, ഒരു കോടതി നീതിന്യായ വ്യവസ്ഥ തന്നെയാണ്, കോടതി സംവിധാനമാണ് നമുക്കുള്ളത്. അടുത്തത് ഫെഡറലിസം. അതായത് ഫെഡറലിസം എന്ന് പറഞ്ഞാൽ എന്താ? എ സിസ്റ്റം ഇൻ വിച്ച് പവർ ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്സ്. അധികാരം സെൻറ്റർ, അതായത് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വിഭജിക്കപ്പെടുന്ന സംവിധാനമാണ് ഉള്ളത്. അതായത് നമുക്കൊരു സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഉണ്ട്, ഒരു സെൻട്രൽ ഗവൺമെൻറ്റും ഉണ്ട് അല്ലേ. പിന്നെ അടുത്തത് സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഏക പൗരത്വം. ദർ ഈസ് ഓൺലി വൺ സിറ്റിസൺഷിപ്പ് ഇൻ ദ കൺട്രി, ദർ ഈസ് നോ സെപ്പറേറ്റ് സിറ്റിസൺഷിപ്പ് ഫോർ സ്റ്റേറ്റ്സ്. രാജ്യത്ത് ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ, ഓരോ സംസ്ഥാനങ്ങൾക്കായിട്ട് പ്രത്യേക പൗരത്വം ഇല്ല. താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓർഗനൈസ് എ ഡിസ്കഷൻ ബേസ്ഡ് ഓൺ ദ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചൊരു ഡിസ്കഷൻ നടത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ എഴുതി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ടത്. ആദ്യത്തേത് പാർലമെന്ററി ഡെമോക്രസി. ദ ലെജിസ്ലേറ്റർ കൺട്രോൾസ് ദ എക്സിക്യൂട്ടീവ് ഓഫ് ദ കൺട്രി. പോപ്പുലർ സൊവറിനിറ്റി, ഓൾ ദ പവേഴ്സ് ഓഫ് ദ നേഷൻ ഒറിജിനേറ്റ് ഫ്രം ദ പീപ്പിൾ. ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് ഗ്യാരണ്ടീഡ് certain fundamental rights by the state. Fundamental duties, responsibilities that every individual owes to the nation and society. Directive principles, directions given to the state to ensure social and economic rights. Rule of law, all citizens are subject to the law, no one is above the law. Universal adult franchise, right to vote given to all who attained a particular age. Independent and impartial judiciary. The judicial system is independent of the legislature and executive. Federalism, a system in which power is divided between the center and the states. Single citizenship, there is only one citizenship in the country, there is no separate citizenship for states. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. താഴെ ഒരു വർക്ക്ഷീറ്റ് ഉണ്ട്. ചെക്ക് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്, ഡ്രോ അഗെയിൻസ്റ്റ് സ്മൈൽ ഇമോജി അഗെയിൻസ്റ്റ് ദ കറക്റ്റ് ആൻസർ ആൻഡ് സാഡ് ഇമോജി ടു ദ റോങ് വൺസ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിന് നേരെ നമ്മൾ ചിരിക്കുന്ന ഇമോജി വരയ്ക്കുക, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിന് നേരെ കരയുന്ന സങ്കടപ്പെട്ടിരിക്കുന്ന ഇമോജി വരയ്ക്കുക. ഫസ്റ്റ് നോക്കൂ, അവർ കോഡ്സ് വർക്ക് അണ്ടർ ഗവൺമെൻറ്. നമ്മുടെ കോടതി ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. നോ, തെറ്റാണ് അല്ലേ. ഇൻഡിപെൻഡൻ്റ് ഓഫ് എന്താണ്? ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് ആണ് അവർ കോർട്ട്. ഓക്കെ. നെക്സ്റ്റ്, certain powers are vested exclusively with the state governments. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനായി മാത്രം ചില അധികാരങ്ങളുണ്ട്. യെസ്, ശരിയാണ് അല്ലേ. നെക്സ്റ്റ്, എവ്രി വൺ ഹു ടേൺസ് 18 ഹാസ് ദ റൈറ്റ് ടു വോട്ട്. 18 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. യെസ്, ശരിയാണ്. നോ വൺ ഈസ് അബവ് ദ ലോ, ആരും നിയമത്തിന് അതീതരല്ല അല്ലെങ്കിൽ നിയമത്തിന് മുകളിലായിട്ട് ആരുമില്ല, അതും ശരിയാണ്. എ പേഴ്സൺ ഇൻ ഇന്ത്യ ഹാസ് സ്റ്റേറ്റ് സിറ്റിസൺഷിപ്പ് ഇൻ അഡീഷൻ ടു നാഷണൽ സിറ്റിസൺഷിപ്പ്. ഒരു വ്യക്തിക്ക്, ഇന്ത്യയിലുള്ള ഒരു വ്യക്തിക്ക് നാഷണൽ സിറ്റിസൺഷിപ്പിന് പുറമെ ഓരോ സ്റ്റേറ്റിനും സിറ്റിസൺഷിപ്പ് ഉണ്ട്. നോ, അത് തെറ്റാണല്ലേ. ഇന്ത്യയിൽ ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ ഒരു സംസ്ഥാന പൗരത്വം ഇല്ല. നാഷണൽ സിറ്റിസൺഷിപ്പാണ് എല്ലാവർക്കും ഉള്ളത്. നെക്സ്റ്റ്, ഇൻ ഡെമോക്രസി ദ പീപ്പിൾ ആർ സൊവേറിൻ. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ. യെസ്, ശരിയാണ്. ആസ് വി ഹാവ് റൈറ്റ്സ് ടു റൈറ്റ്, സോ വി ഹാവ് ഡ്യൂട്ടീസ് ടു. നമുക്ക് അവകാശങ്ങൾ ഉള്ളതുപോലെ കടമകളും ഉണ്ട്, അതും ശരിയാണ്. നോ വൺ ഹാസ് കൺട്രോൾ ഓവർ അവർ റൂളേഴ്സ്. നമ്മുടെ ഭരണാധികാരികളുടെ മേൽ ആർക്കും ഒരു നിയന്ത്രണവുമില്ല, അത് തെറ്റാണ്. സോഴ്സ് ഓഫ് ലോസ്, നിയമങ്ങളുടെ ഉറവിടം. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ ഫണ്ടമെന്റൽ ലോ ഓഫ് ദ നേഷൻ. Any law framed by center or state governments should follow the provisions of our constitution. Thus, the boundaries within which governments can make and enforce laws are decided by our constitution, which holds the position as the supreme system and sources of law. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു നിയമ സംഹിതയാണ്. അതായത് അടിസ്ഥാനമായിട്ടുള്ള ഫണ്ടമെൻ്റൽ ലോ ആണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഭരണഘടനയ്ക്ക് വ്യവസ്ഥകൾക്ക്, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ട് മാത്രമേ സെൻട്രൽ ഗവൺമെൻറ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും ഏതൊരു നിയമവും അവർക്ക് പുതുതായിട്ട് നിർമ്മിക്കാനായിട്ട് കഴിയും. അതായത് പുതിയ നിയമങ്ങൾ നിർമ്മിക്കണമെങ്കിൽ വെദർ ഇറ്റ് ഈസ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ സെൻട്രൽ ഗവൺമെൻറ്, നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ
എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനിലെ കാര്യങ്ങൾ ആദ്യം അത് അടിസ്ഥാനമായിട്ട് മാത്രമേ അതനുസരിക്കുന്ന രീതിക്ക് മാത്രമേ നിയമങ്ങൾ നിർമ്മിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓരോ ഗവൺമെൻറ്സിനും നിയമങ്ങൾ നിർമ്മിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകൾ ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിർവചിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. നിയമത്തിൻ്റെ വ്യവസ്ഥ എന്ന നിലയിലും സ്രോതസ് എന്ന നിലയിലും പരമോന്നത സ്ഥാനമാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന് ഉള്ളത്. ചുരുക്കത്തിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ലംഘിക്കാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ സെൻട്രൽ ഗവൺമെൻറ്റിനോ പോലും അധികാരമില്ല. നെക്സ്റ്റ് നമുക്ക് കുറച്ച് ന്യൂസ് ഹെഡ്ലൈൻസ് അവിടെ തന്നിട്ടുണ്ട്. നോക്കൂ. ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, വനം വന്യജീവി സംരക്ഷണ നിയമം, നാഷണൽ സെക്യൂരിറ്റി ആക്ട് ദേശീയ സുരക്ഷാ നിയമം, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ദുരന്ത നിവാരണ നിയമം, ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് ബാലവേല നിരോധന നിയമം, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വിവരാവകാശ നിയമം, ലാൻഡ് റിഫോംസ് ആക്ട് ഭൂപരിഷ്കരണ നിയമം, ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഭക്ഷ്യസുരക്ഷാ നിയമം, ലേബർ ലോ തൊഴിൽ നിയമം, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ബാലനീതി നിയമം, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അഴിമതി നിരോധന നിയമം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വിദ്യാഭ്യാസ അവകാശ നിയമം, എൻവയൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് പരിസ്ഥിതി സംരക്ഷണ നിയമം. All the laws mentioned above are made in accordance with the Constitution. മുകളിൽ പരാമർശിച്ചിട്ടുള്ള എല്ലാ നിയമങ്ങളും കോൺസ്റ്റിറ്റ്യൂഷന് അനുസൃതമായിട്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ലിസ്റ്റ് ഔട്ട് ദ ലോസ് റിലേറ്റഡ് ടു ചിൽഡ്രൻസ് റൈറ്റ് മെൻഷൻഡ് ഇൻ ദ കൊളാഷ്. മുകളിലെ കൊളാഷിൽ കുട്ടികളുടെ അവകാശവുമായി ബന്ധപ്പെട്ട ഏതൊക്കെ ലോസ് ആണ് പറഞ്ഞിരിക്കുന്നത്? ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട്, അതായത് ബാലവേല നിരോധന നിയമം, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ബാലനീതി നിയമം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വിദ്യാഭ്യാസ അവകാശ നിയമം. അതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ ഡസ് അവർ കൺട്രി ഗിവ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ടു ചിൽഡ്രൻസ് റൈറ്റ്? ഡിസ്കസ്. നമ്മളുടെ രാജ്യം കുട്ടികളുടെ അവകാശങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ചർച്ച ചെയ്യുക. നമുക്കറിയാം അല്ലേ എന്തുകൊണ്ടാണെന്ന്. കാരണം കുട്ടികൾ വരും തലമുറയുടെ ഭാവിയുടെ ഫ്യൂച്ചർ നേഷൻ്റെ വാഗ്ദാനങ്ങളാണ് കുട്ടികളെന്ന് പറയുന്നത്. സോ അവരെ സംരക്ഷിക്കുക എന്നൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു നേഷനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതെഴുതി കൊടുത്താൽ മതി. ചിൽഡ്രൻ ആർ ദ ഫ്യൂച്ചർ ഓഫ് എ കൺട്രി. Ensuring their rights is essential to building a healthy, educated, and progressive society. Children are the foundation of the future nation. They represent the citizens, leaders, and professionals of the coming generation. Protecting their well-being ensures the long-term stability of the country. Unlike adults, children are often unable to protect themselves too or speak out against injustice. Special laws and rights are needed to ensure their safety and development. Every child is entitled to basic human rights, including education, health, and protection from exploitation. They are fundamental to their dignity. Rights such as the right to education and play provide a conducive environment for children to develop physically, mentally, and emotionally. No child should be abandoned or abused. The Indian Constitution mandates the protection of children to ensure that they are not. Okay. അപ്പോൾ എന്താണ് മക്കളെ പറഞ്ഞിരിക്കുന്നത്? ഞാൻ പറഞ്ഞ കാര്യം തന്നെ. ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയുടെ ഫ്യൂച്ചറാണ് കുട്ടികളെന്ന് പറയുന്നത്. അവരാണ് ഭാവിയിലേക്കുള്ള നേതാക്കന്മാരും പ്രൊഫഷണൽസും എല്ലാം അല്ലേ. അവർക്ക് വേണ്ട വിദ്യാഭ്യാസവും എല്ലാം ഉറപ്പുവരുത്തുക എന്നത് ഒരു നേഷനെ സംബന്ധിച്ചിടത്തോളം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കുട്ടികൾക്ക് അവരുടെ കാര്യങ്ങൾ സ്വന്തമേ പറയാനും അതിനെതിരെ അവർക്ക് പോരാടാനും അല്ലെങ്കിൽ അതിനെതിരെ അവർക്ക് എക്സ്പ്ലോയിറ്റേഷനെതിരെയൊക്കെ അവർക്ക് സ്വന്തമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ സാധിച്ചോളണം എന്നില്ല കുട്ടികൾക്ക്. അതുകൊണ്ടാണ് ഓരോ കുട്ടികൾക്കും മാനസികമായിട്ടും വൈകാരികപരമായിട്ടും ഒക്കെ വളരുന്നതിന് അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം നമ്മളിൽ നൽകുന്നതും പിന്നെ ഒരു കുട്ടിയും ഉപേക്ഷിക്കപ്പെടുകയോ ഉപദ്രവിക്കപ്പെടുകയോ ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കാനും വേണ്ടിയിട്ട് നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതും അല്ലെങ്കിൽ അത് സംരക്ഷണം വേണമെന്ന് അനുശാസിക്കുന്നതും. ഇനി നമുക്കിവിടെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. അതാണ് പോക്സോ ആക്ട് 2012. The 1989 Convention on the Rights of the Child aims to prevent sexual violence against children and to ensure appropriate punishment to the perpetrators. POCSO 2012 is an act enacted to implement the rights guaranteed by the Constitution of India, incorporating child-friendly measures without gender discrimination. The law considers all under the age of 18 as child. കുട്ടികൾക്ക് നേരെ നടക്കുന്ന സെക്ഷൽ വയലൻസസ്, അതായത് ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും അതിൽ ചേർന്നിട്ടുള്ള കുറ്റവാളികൾക്ക്, അത് ചെയ്തിട്ടുള്ള കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ ഉറപ്പാക്കുവാനും വേണ്ടിയിട്ട് 1989 ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ആക്റ്റാണ് എന്ത്? ഈ പോക്സോ ആക്ട്.
ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പ് നൽകുന്ന എല്ലാ അവകാശങ്ങളും ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷനും കൂടാതെ, ഒരു ലിംഗഭേദവും കൂടാതെ നടപ്പാക്കുന്നതിനും ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നടപടികൾ ഉൾക്കൊള്ളാനും, അതായത് കുട്ടികൾക്ക് അനുകൂലനം കിട്ടുക എന്നുള്ള രീതിക്കുള്ള നിലപാടിൽ എന്താണ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിലവിൽ വന്ന നിയമമാണ് ഈ പോക്സോ ആക്ട് 2012. 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായിട്ടാണ് ഈ നിയമത്തിൽ പരിഗണിക്കുന്നത്. അതായത് 18 വയസ്സിന് താഴെയുള്ള ഏത് കുട്ടികൾക്കും ഇത്തരത്തിലുള്ള സെക്ഷൽ വയലൻസ് നടന്നാൽ അത് പോക്സോ ആക്ട് പ്രകാരം കേസ് എടുക്കാവുന്നതാണ്. ഹാവ് യു ഹേർഡ് ഓഫ് ദിസ് ലോ? നിങ്ങൾ ഈ ലോയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ടായിരിക്കും അല്ലേ? എവ്രി ചൈൽഡ് ഹാസ് ദ റൈറ്റ് ടു ലിവ് സേഫ്ലി വിത്തൗട്ട് ഫിയർ ഇൻ ദ സൊസൈറ്റി. A child must be able to identify the uncomfortable and unsafe touches, looks, actions, etc. from any person. They should be capable enough to say no to such acts, able to keep away and complain to the authorities. The law states that cases of sexual assaults are to be reported under Section 19 to the Special Juvenile Police Unit or the local police. Officers handling POCSO cases are known as Child Welfare Police Officers or CWPO. അപ്പോൾ ഏതൊരു കുട്ടികൾക്കും ഒരു പേടിയില്ലാതെയും അതുപോലെ സുരക്ഷിതമായിട്ടും സമൂഹത്തിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള രീതിക്ക്, അതുപോലെ അൺസേഫ്റ്റി ആയിട്ടുള്ള സുരക്ഷിതമല്ലാത്ത രീതിക്കുള്ള തൊടലും നോട്ടവും പ്രവൃത്തിയും ഒക്കെ ഏതൊരു വ്യക്തിയിൽ നിന്നുണ്ടായാലും അത് തിരിച്ചറിയാൻ ഓരോ കുട്ടിക്കും കഴിയണം. ഇത്തരം പ്രവൃത്തികളോട് നോ എന്ന് പറയാനും അവരെ അകറ്റി നിർത്താനും അതുപോലെ ബന്ധപ്പെട്ട അതോറിറ്റീസിനോട്, അധികാരികളോട് പരാതിപ്പെടാനും ശ്രദ്ധ പുലർത്താനും കുട്ടികൾക്ക് കഴിയണം. ഈ സെക്ഷൽ വയലൻസസിൻ്റെ കേസുകൾ, ഇത്തരത്തിലുള്ള സെക്ഷൽ വയലൻസ് കേസുകൾ ഉണ്ടായാൽ അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്താണ്? ആക്ട് 19 ആക്ട് പ്രകാരമാണ്, സെക്ഷൻ 19 പ്രകാരമാണ്. അത് സ്പെഷ്യൽ ജുവനൈൽ പോലീസ് അല്ലെങ്കിൽ യൂണിറ്റോ അതല്ലെങ്കിൽ ലോക്കൽ പോലീസോ ആണെന്നാണ് പോക്സോ ആക്ടിൽ പറയുന്നത്. ഈ പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഓഫീസേഴ്സിനെ CWPO അല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നാണ് അറിയപ്പെടുന്നത്. The Kerala State Commission for Protection of Child Rights has set up a monitoring system, POCSO monitoring cell, under Section 44 of the POCSO Act. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ, അതാണ് കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ നിയമത്തിൻ്റെ സെക്ഷൻ 44 പ്രകാരം നിരീക്ഷണ സംവിധാനം, അതാണ് പോക്സോ മോണിറ്ററിംഗ് സെൽ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കേസുകൾ നടക്കുന്നുണ്ടോ എന്നറിയാനുള്ള എന്താണ് ഒരു നിരീക്ഷണ സംവിധാനമാണ് ഈ പോക്സോ മോണിറ്ററിംഗ് സെൽ കേട്ടോ. അത് ഒരുക്കിയിട്ടുണ്ട്. The Act ensures severe punishment to anyone who indulges in POCSO offences. പോക്സോ കുറ്റകൃത്യങ്ങളിൽ പെടുന്ന ഏതൊരു വ്യക്തിക്കും തക്കതായിട്ടുള്ള കഠിന ശിക്ഷ നൽകാൻ ഈ പോക്സോ ആക്ട് 2012 പ്രകാരം എന്താണ് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓർഗനൈസ് എ ഡിസ്കഷൻ ആൻഡ് പ്രിപ്പയർ ആൻ അവയർനെസ് പാംപ്ലെറ്റ് on the topic detecting situations that may lead to crimes against children and the preventive measures to avoid such crimes. കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാനിടയുള്ള സാഹചര്യം തിരിച്ചറിഞ്ഞ് അത് പ്രതിരോധിക്കാനും അതിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ക്ലാസ്സിലൊരു ചർച്ച നടത്തി, ഒരു അവയർനെസ് ക്ലാസ് നടത്തിയിട്ട് എന്ത് ചെയ്യാം, അവയർനെസ്സിന് വേണ്ടിയിട്ട് ഒരു ലഘുലേഖ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ക്ലാസ്സിൽ നടത്തേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. അത് നടത്തിയ ശേഷം മക്കൾ എന്ത് ചെയ്യുക, ആ അവയർനെസ് ക്ലാസ്സിനെ കുറിച്ചുള്ള ഒരു ലഘുലേഖ തയ്യാറാക്കുക. ഫങ്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. അപ്പാർട്ട് ഫ്രം ബീയിങ് ദ സിസ്റ്റം ആൻഡ് സോഴ്സസ് ഓഫ് ലോ, വാട്ട് അതർ ഫങ്ഷൻസ് ഡസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പെർഫോം? നിയമത്തിൻ്റെ വ്യവസ്ഥ സ്രോതസ് തുടങ്ങിയതിന് പുറമെ വേറെ എന്തൊക്കെ ഫങ്ഷൻസ് ആണ്, എന്തൊക്കെ ധർമ്മങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നിർവഹിക്കുന്നത് എന്നാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓരോന്നും നമുക്കവിടെ തന്നിട്ടുണ്ട്. നോക്കൂ. പ്രിസേർവിങ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. നാനത്വത്തിലെ ഏകത്വം എന്നത് സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ സൂക്ഷിച്ചു പോരുന്നു. എൻഷോർസ് ദാറ്റ് ഓൾ ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റംസ് ഓഫ് ദ കൺട്രി ഫങ്ഷൻസ് അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും കോൺസ്റ്റിറ്റ്യൂഷന് വിധേയമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു. എസ്റ്റാബ്ലിഷസ് ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൺസ്. പൗരരുടെ, സിറ്റിസൺസിൻ്റെ അവകാശങ്ങളും കടമകളും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, സ്ഥാപിക്കുന്നു. ഡിഫൈൻസ് ആൻഡ് ഡീലിമിറ്റ്സ് ദ പവേഴ്സ് ഓഫ് ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. ഡിഫൈൻസ് ദ ബേസിക് വാല്യൂസ് ആൻഡ് ഐഡിയൽസ് ഓഫ് ദ നേഷൻ. രാജ്യത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളും അതുപോലെ വാല്യൂസും മൂല്യങ്ങളും ഡിഫൈൻ ചെയ്യുന്നു, നിർവചിക്കുന്നു. ആക്ട് ആസ് സേഫ് ഗാർഡ് അഗെയിൻസ്റ്റ് ടൈറണി ആൻഡ് അബ്യൂസ് ഓഫ് പവർ.
ജനാധിപത്യത്തിനും സ്വേച്ഛാധിപത്യത്തിനും അതുപോലെ അധികാര ദുർവിനിയോഗത്തിനും എതിരായിട്ടുള്ള സംരക്ഷണ പദ്ധതിയായിട്ട് വർത്തിക്കുന്നു. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അതീതമായിട്ട് ഒന്നും ചെയ്യാനായിട്ട്, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് അതീതമായിട്ട് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന കാര്യം ഉറപ്പുവരുത്തുന്നു. സ്ഥാനത്ത് എന്താണ്? ഇറ്റ് സ്റ്റാൻഡ്സ് ആസ് ദ ഫണ്ടമെന്റൽ ഡോക്യുമെന്റ് ദാറ്റ് ഡയറക്ട്സ് ദ നേഷൻ. രാജ്യത്തിന് ദിശാബോധം നൽകുന്ന ഒരു അടിസ്ഥാന രേഖയായിട്ട് നിലകൊള്ളുന്നതും കോൺസ്റ്റിറ്റ്യൂഷനാണ്. Prepare placards for the Republic Day rally with messages reflecting constitutional principle. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ധർമ്മങ്ങൾ പ്രതിഫലിക്കുന്ന രീതിയിലുള്ള പ്ലക്കാർഡ്സ് തയ്യാറാക്കിയിട്ട്, അങ്ങനെയുള്ള മെസ്സേജുകൾ തയ്യാറാക്കിയിട്ട് റിപ്പബ്ലിക് ദിനത്തിന് റാലി പോകുന്നതിനാവശ്യമുള്ള പ്ലക്കാർഡുകൾ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരെണ്ണം അവിടെ തന്നിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഗാർഡിയൻ ഓഫ് സിവിൽ റൈറ്റ്സ്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്? എന്താണ്? പൗരാവകാശത്തിൻ്റെ കാവലാളാണ്. ഇനി ഇതുപോലെ എന്തൊക്കെ എഴുതാൻ പറ്റും? കോൺസ്റ്റിറ്റ്യൂഷൻ ഷീൽഡ് അഗെയിൻസ്റ്റ് അബ്യൂസ് ഓഫ് പവർ. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അധികാര ദുർവിനിയോഗം തടയുന്ന ഒരു കവചമാണ്, അല്ലെങ്കിൽ അതിനെതിരെയുള്ള ഒരു പ്രൊട്ടക്ഷനാണ്. വി ദ പീപ്പിൾ ഗാർഡിയൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഞങ്ങൾ ജനങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാവൽക്കാർ. ഇക്വാലിറ്റി ബിഫോർ ദ ലോ, നോ ഡിസ്ക്രിമിനേഷൻ. നിയമത്തിന് മുന്നിൽ തുല്യത, വിവേചനങ്ങളില്ല. സെക്യുലറിസം, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. മതേതരത്വം, നാനാത്വത്തിൽ ഏകത്വം. ഇതൊക്കെ നിങ്ങൾ ആ പ്ലക്കാർഡ്സിൽ എഴുതി കൊടുക്കുക കേട്ടോ. ചേഞ്ചസ് ആൻഡ് സെറ്റ് റൈറ്റ്. ഇനി ഭരണഘടനയിലെ ഓരോ കാര്യങ്ങളും മാറ്റം വരുത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് എങ്ങനെയൊക്കെയെന്നാണ് നോക്കുന്നത്. അതായത് ഓരോ ആർട്ടിക്കിളിൽ വരുത്തിയ മാറ്റങ്ങളാണ് കേട്ടോ. അതുപോലെ പുതിയ ആർട്ടിക്കിൾസ് കൊണ്ടുവന്നതൊക്കെയാണ് നമ്മൾ ഇനി നോക്കുന്നത്. ആദ്യം നോക്കൂ, ലുക്ക് അറ്റ് ദ ഫിഗർ ആൻഡ് റൈറ്റ് ദ ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ആദ്യം നമുക്ക് ഫിഗറിൽ തന്നിരിക്കുന്നത് നോക്കണം, എന്നിട്ട് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. സോ ഫസ്റ്റ് 26 ജാനുവരി 1950 ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു ഫോഴ്സ്. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. നെക്സ്റ്റ് അമെൻഡ്മെന്റ് 1 ആണ്, അതായത് നമ്മുടെ ഭേദഗതി 1. അമെൻഡ്മെന്റ് 1 എന്താണ്? 1951 അമെൻഡ്മെന്റ് 1 വന്നത്. ദ നമ്പർ ഓഫ് ഷെഡ്യൂൾസ് ഇൻക്രീസ്ഡ് ടു 9. പട്ടികകളുടെ എണ്ണം 9 ആക്കിയിട്ട് മാറ്റി. ദെൻ അമെൻഡ്മെന്റ് 42 1976 വന്നു. സോഷ്യലിസം, സെക്യുലറിസം ആൻഡ് ഇൻറ്റഗ്രിറ്റി വർ ആഡഡ്. അതിലേക്ക് സോഷ്യലിസം, മതേതരത്വം, സോഷ്യലിസം, പിന്നെ സെക്യുലറിസം, മതേതരത്വം, അതുപോലെ ഇൻറ്റഗ്രിറ്റി, അഖണ്ഡത എന്നിവ കൂടെ കൂട്ടിച്ചേർത്തു. പിന്നെ അമെൻഡ്മെന്റ് 44 ആണ്, അത് 1978 വരുന്നത്. ദ റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് നോ ലോnger എ ഫണ്ടമെന്റൽ റൈറ്റ്. സ്വത്തവകാശം ഒരു എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, മൗലികാവകാശം അല്ലാതായി മാറി. നെക്സ്റ്റ് അമെൻമെന്റ് 73-74 ആണ്, അത് 1992 വന്നത്. പഞ്ചായത്തി രാജ് മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്ട് ആണ് അത് എന്താണ്? എത്രാമത്തെ ഭേദഗതിയാണ്? അമെൻമെന്റ് ആണ്. 73-യും 74 ആണ് കേട്ടോ. പിന്നെ അമെൻമെന്റ് 86 2002 വന്നത്. എഡ്യൂക്കേഷൻ ബിക്കേം എ ഫണ്ടമെന്റൽ റൈറ്റ്. വിദ്യാഭ്യാസം എന്താണ്? മൗലിക അവകാശമായിട്ട് മാറി. ദെൻ അമെൻമെന്റ് 101 വന്നത് 2016 ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അത് GST ആണ് വന്നത്. പിന്നെ അവസാനത്തേത് നോക്കൂ, നമ്മളോട് അവിടെ എഴുതി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും അവസാനം വന്ന അമെൻമെന്റ് 106 ആണ്, അത് 2023 2023 വന്നത്. അത് എന്താണ്? വനിതാ സംവരണ ബില്ല് അഥവാ വിമൻ റിസർവേഷൻ ബില്ലാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതുമായി ബേസ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നോക്കാം. ക്വസ്റ്റ്യൻ 1 നോക്കൂ. വിച്ച് ഐഡിയാസ് വെർ ന്യൂലി ആഡഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ 1976? 1976 ഏതെല്ലാം ആശയങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പുതുതായിട്ട് കൂട്ടിച്ചേർത്തത്? ഏതൊക്കെയാണ്? സോഷ്യലിസം, സെക്യുലറിസം, ഇൻറ്റഗ്രിറ്റി. ക്വസ്റ്റ്യൻ 2, ഇൻ വിച്ച് ഇയർ ഡിഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കം ഇൻ ടു ഫോഴ്സ്? ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? 1950 ജാനുവരി 26 ആണ്. Question 3, what was the first amendment made in the constitution and in which year? ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആദ്യമായിട്ട് വരുത്തിയ മാറ്റം എന്താണ്? ഭേദഗതി എന്താണ്? അത് ഏത് വർഷമാണ്? അമെൻമെന്റ് 1 ആണ്, 1951. ദ നമ്പർ ഓഫ് ഷെഡ്യൂൾസ് ഇൻക്രീസ്ഡ് ടു 9. ഹൗ ലോങ് ഡിഡ് ദ റൈറ്റ് ടു പ്രോപ്പർട്ടി റിമെയിൻ എ ഫണ്ടമെന്റൽ റൈറ്റ് ഇൻ ഇന്ത്യ? രാജ്യത്ത് ഇന്ത്യയിൽ സ്വത്തവകാശം എത്ര കാലം എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് നിലനിന്നു, അതായത് മൗലിക അവകാശമായിട്ട് നിലനിന്നു? ടിൽ 1978 വരെ നിലനിന്നിട്ടുണ്ട്. അതിനുശേഷമാണ് അതിന് അമെൻമെന്റ് വരുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് എഡ്യൂക്കേഷൻ എ ഫണ്ടമെന്റൽ റൈറ്റ് ഇൻ ഇന്ത്യ സിൻസ് വെൻ? വിദ്യാഭ്യാസം ഇന്ത്യയിൽ ഒരു മൗലികാവകാശമാണോ? എന്ന് മുതലാണ്? യെസ്, 2002 എഡ്യൂക്കേഷൻ ബിക്കേം എ ഫണ്ടമെന്റൽ റൈറ്റ്. 2002 മുതലാണ് എഡ്യൂക്കേഷൻ ഒരു നിർബന്ധിത ഘടകം അല്ലെങ്കിൽ മൗലികാവകാശമായിട്ട് മാറിയത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ടൈംസ് ഹാസ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബീൻ അമെൻഡഡ് സോ ഫാർ? ഇത്രയും കാലമായിട്ട് അല്ലെങ്കിൽ ഇതുവരെ എത്ര തവണ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ഭേദഗതി ചെയ്തിട്ടുണ്ട്, മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്? 106
6 തവണ വരുത്തിയിട്ടുണ്ട്. Our constitution changes from time to time. Constitutional amendment is the process of making changes in the constitution as per the changing social demands. The Constitution itself explains how amendments can be made. According to Article 368, Parliament has the power to amend the Constitution, but the basic structure of the Constitution should not be amended. അപ്പോൾ ഓരോ മാറുന്ന കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ എന്താണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിലും നടത്തേണ്ടി വരും അല്ലേ. അപ്പോൾ അങ്ങനെ മാറ്റം വരുത്താൻ കോൺസ്റ്റിറ്റ്യൂഷന് മാറ്റം വരുത്താനായിട്ട് സാധിക്കും. പക്ഷേ എന്താണ് അതിൻ്റേതായിട്ടുള്ള ചില പ്രക്രിയകളുണ്ട്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തുന്നതിനെയാണ് നമ്മൾ അമെൻമെൻറ്റ് എന്ന് പറയുക കേട്ടോ. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എങ്ങനെയെല്ലാം മാറ്റം വരുത്താമെന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 368 പ്രകാരമാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിലെ എന്തെങ്കിലും ലോസിലൊക്കെ ചേഞ്ചസ് ചെയ്യാനുള്ള അധികാരം ഉള്ളത്. അത് പ്രകാരം പാർലമെൻറ്റിനാണ് അധികാരം വരുന്നത്. എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാന ഘടന അതായത് ഫണ്ടമെൻ്റൽ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരിക്കലും മാറ്റാൻ പാടില്ല. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഉയർത്തിപ്പിടിക്കുന്ന ചില മൂല്യങ്ങളുണ്ട്, അത് മുഴുവനായിട്ടും ഒരിക്കലും മാറ്റാൻ പാടില്ല. പക്ഷെ എന്താണ് അതിൽ ഭേദഗതി വരുത്താം, ചില കാര്യങ്ങളിൽ ഭേദഗതി വരുത്താം എന്നേ ഉള്ളൂ. ഡു നോട്ട് ഷേക്ക് ദ ഫൗണ്ടേഷൻ. In 1973, the Supreme Court ruled that no change should be made to the basic structure of the Constitution. This verdict was made in the case filed by Keshavananda Bharati, the abbot of Kasaragod Ednirmut, against the state of Kerala. 1973 കാസർഗോഡ് എടനീർ മഠത്തിൻ്റെ അധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി നമ്മുടെ സംസ്ഥാന സർക്കാരിനെതിരെ അതായത് കേരള സർക്കാരിനെതിരെ നൽകിയ കേസിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചറിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ല എന്ന വിധി സുപ്രീം കോടതി വിധിച്ചത്. Education, a fundamental right. Education was made a fundamental right by the 86th Constitutional Amendment in 2002. These provisions were added in the Constitution as Article 21A. The Right to Education Act 2009 was enacted on 4 August 2009. As per this amendment, the Act ensures free and compulsory educations to all children between the age of 6 and 14 years. എഡ്യൂക്കേഷൻ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആക്കപ്പെട്ടത്, അതായത് എല്ലാവർക്കും നിർബന്ധിത എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അതൊരു മൗലിക അവകാശമാക്കപ്പെട്ടത് 2002 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. ഈ വ്യവസ്ഥകൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ 21A എന്നുള്ള വകുപ്പായിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഈ ഭേദഗതി അനുസരിച്ച് അല്ലെങ്കിൽ ഈ അമെൻമെൻ്റ് അനുസരിച്ച് 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്ന ലോ ആണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറയുന്നത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും അതുപോലെ നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് ഈ നിയമത്തിൻ്റെ പ്രത്യേകത. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. The terms secularism, socialism and integrity were inserted in the preamble of the Constitution through the 42nd Amendment of 1976. Some other changes were also brought in the Constitution through this amendment. Due to the significant changes brought by this amendment, it was also called the Mini Constitution. 1976 ഉണ്ടായിട്ടുള്ള ഒരു അമെൻമെൻ്റ് ആയിരുന്നു ഇത് 42nd അമെൻമെൻറ്റ്, 42ാമത്തെ അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. അത് പ്രകാരം സോഷ്യലിസം, സെക്യുലറിസം അതുപോലെ ഇൻറ്റഗ്രിറ്റി അതായത് മതേതരത്വം, അഖണ്ഡത തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ 3 വാക്കുകളും ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തു. പ്രിയാമ്പിൾ എന്ന് പറയുമ്പോൾ ആമുഖം തുടക്കത്തിൽ എഴുതി ചേർത്തു. അങ്ങനെ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ വേറെയും ചില മാറ്റങ്ങൾ നമുക്ക് ഈ ഭേദഗതിയിലൂടെ വരുത്താനായിട്ട് സാധിച്ചു. ഈ സുപ്രധാനമായ നിരവധി മാറ്റങ്ങൾക്ക് വരുത്തുന്നതിന് ഈ 3 ആശയം അല്ലെങ്കിൽ ഈ ഒരു അമെൻമെൻറ്റ് കാരണമായതിനാൽ ഈ അമെൻമെൻറ്റിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നുണ്ട്. താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പ്രിപ്പയർ എ ടൈം ലൈൻ യൂസിങ് സം ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ്. പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് ചേർത്തിട്ട് ഒരു ടൈം ലൈൻ തയ്യാറാക്കാൻ, അതായത് ഏതൊക്കെ വർഷം ഏതൊക്കെ അമെൻമെൻറ്റ് വന്നു എന്നുള്ള ഒരു ടൈം ലൈൻ തയ്യാറാക്കണം. അപ്പോൾ നമ്മൾ പഠിച്ച ആ കാര്യം തന്നെയാണ്, അതുപോലെ എഴുതി കൊടുത്താൽ മതി. Amendment 1 in 1951, the number of schedules increased to 9. Amendment 42, 1976, socialism, secularism and integrity were added. Amendment 44 in 1978, the right to property is no longer a fundamental right. Amendment 73 and 74 in 1992, Panchayati Raj Municipal Corporation Act.
Amendment 86 in 2002, education became a fundamental right. Amendment 101 in 2016, Goods and Services Tax or GST. Last amendment in Amendment 106 in 2023 is Women's Reservation Bill. വെൻ ദ റൂൾസ് ആർ എൻഫോഴ്സ്ഡ്, ഇനി നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ എങ്ങനെയെന്നാണ്. ലാൻഡ് റിഫോം ഈസ് യെറ്റ് ടു മെറ്റീരിയലൈസ് ഇൻ ദ കൺട്രി. രാജ്യത്ത് ഇനിയും യാഥാർത്ഥ്യമാകാതെ ഭൂപരിഷ്കരണം. ദ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ഈസ് സ്റ്റിൽ നോട്ട് എ റിയാലിറ്റി. സ്ത്രീധന നിരോധന നിയമം ഇപ്പോഴും നിലവിൽ വന്നിട്ടില്ല. ആൽക്കഹോളിസം കനോട്ട് ബി പ്രിവെൻറ്റഡ് ബൈ ലോ അലോൺ. മദ്യവിപത്ത് നിയമം കൊണ്ട് മാത്രം തടയാനാവില്ല. ഡിമാൻഡ് ദാറ്റ് ചൈൽഡ് റൈറ്റ്സ് ലോസ് ഷുഡ് ബി സ്ട്രിക്ട്ലി എൻഫോഴ്സ്ഡ്. ബാലാവകാശ നിയമങ്ങൾ അല്ലെങ്കിൽ ചൈൽഡ് റൈറ്റ്സ് ലോസ് കർശനമാക്കണമെന്ന് ആവശ്യം. ഇതൊക്കെ ഓരോ ന്യൂസ് റിപ്പോർട്ട്സിൻ്റെ കട്ടിങ്സ് ആണ് കേട്ടോ, ഹെഡ്ലൈൻസ് ആണ്. വാട്ട് ഹാവ് യു അണ്ടർസ്റ്റുഡ് ബൈ റീഡിംഗ് ദ എബവ് ഹെഡ്ലൈൻസ്? മുകളിൽ പറഞ്ഞിരിക്കുന്ന ഹെഡ്ലൈൻസ് വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായത്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ വേരിയസ് ചാലഞ്ചസ് ബൈ ഇംപ്ലിമെൻറ്റിംഗ് ലോസ്. നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ നേരിടുന്ന പലതരത്തിലുള്ള വെല്ലുവിളികളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വാട്ട് കുഡ് ബി ദ റീസൺ? ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? മൂന്നെണ്ണം അവിടെ തന്നിട്ടുണ്ട്. വേരിയഡ് ഇൻട്രസ്റ്റ് ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ വ്യത്യസ്തമായ താല്പര്യങ്ങൾ. ലെജിസ്ലേഷൻസ് ദാറ്റ് ഡസ് നോട്ട് ഫുള്ളി റിഫ്ലക്ട് ദ വിൽ ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ ആവശ്യം അല്ലെങ്കിൽ ജനഹിതം പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയാത്ത നിയമനിർമ്മാണങ്ങൾ. ഇഗ്നോറൻസ് ഓഫ് ലോ, നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ. വേറെ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് മക്കളെ ഈ നിയമങ്ങളൊന്നും യാഥാർത്ഥ്യമാകാതെ നടപ്പിലാക്കാതെ നിൽക്കുന്നത്? ഫെയിലിയർ ടു എൻഫോഴ്സ് ലോസ്, നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള അനാസ്ഥ. പിന്നെ മിസ്ഇൻറ്റർപ്രിട്ടേഷൻ ഓഫ് ലോസ്, നിയമങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് കൊണ്ട്. ദെൻ പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ്, രാഷ്ട്രീയമായ ഇടപെടലുകൾ കൊണ്ട്. കാരണങ്ങൾ കൊണ്ടൊക്കെ പല നിയമങ്ങളും ഇന്നും നിയമങ്ങളല്ലാതെ മാറി നിൽക്കുന്നുണ്ട്. We are a society with diverse interests. However, everyone is constitutionally bound to obey the public laws. When new laws are formulated, criticism and struggles against them are likely to arise. It is natural in a democratic society. Such objections should be approached constitutionally and democratically. നമുക്കറിയാം, ഇന്ത്യയിൽ ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞതാണല്ലേ. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത താല്പര്യങ്ങളുള്ള ഒരു സമൂഹമാണ് നമ്മുടേത്. എങ്കിലും പൊതുവായിട്ടുള്ള ചില ലോസൊക്കെ അനുസരിക്കാൻ എല്ലാവരും കോൺസ്റ്റിറ്റ്യൂഷനലി ബാധ്യസ്ഥരാണ്, അല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ട് ബാധ്യസ്ഥരാണ്. പുതിയ നിയമങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ അവയ്ക്കെതിരെയുള്ള അഭിപ്രായങ്ങളും സമരങ്ങളും ഒക്കെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. കാരണം പലർക്കും പല അഭിപ്രായമായിരിക്കും. അത് യോജിക്കുന്നവരും വിയോജിക്കുന്നവരും ഉണ്ടാവും. അത് ഡെമോക്രാറ്റിക്കലി, ജനാധിപത്യപരമായിട്ട് ഒരു സൊസൈറ്റിയിൽ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ഉയരുന്ന എതിർപ്പുകളെ കോൺസ്റ്റിറ്റ്യൂഷണലി ആൻഡ് ഡെമോക്രാറ്റിക്കലി, അതായത് ഭരണഘടനാപരമായും ജനാധിപത്യപരമായുമാണ് നമ്മൾ സമീപിക്കേണ്ടത്. In our diverse and heterogeneous society, the values enshrined in the constitutions needs to be imbibed by India's civil society to transform our country into a sovereign, socialist, secular and democratic republic. ഒരുപാട് വൈജാത്യങ്ങളും ഒക്കെ ഏറെയുള്ള നമ്മുടെ ഈ സൊസൈറ്റിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്ന പല മൂല്യങ്ങളും നമ്മൾ സിറ്റിസൺസ്, അതായത് പൗരന്മാർ, നമ്മൾ ഇന്ത്യയിലുള്ള പൗരസമൂഹം ഉൾക്കൊള്ളുന്നതിലൂടെ മാത്രമേ നമുക്ക് ഇന്ത്യയെ ഒരു സൊവേറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായിട്ട് ഉയർത്താനായിട്ട് സാധിക്കൂ. അതായത് ഇന്ത്യയെ നമുക്ക് പരമാധികാര, സ്ഥിതി, സമത്വ, മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് ഉയർത്താനായിട്ട് എങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പിന്നെ ഉള്ളത് നിങ്ങൾക്ക് എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ആണ്. ആക്ടിവിറ്റി 1, കളക്ട് ന്യൂസ് ഹെഡ്ലൈൻസ് ആൻഡ് പിക്ചേഴ്സ് റിലേറ്റഡ് ടു ലോസ് ആൻഡ് പ്രിപ്പയർ എ കൊളാഷ്. നിയമങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളും തലക്കെട്ടുകളും ചിത്രങ്ങളും ഒക്കെ ശേഖരിച്ച് കൊളാഷ് തയ്യാറാക്കുക. ആക്ടിവിറ്റി 2, ഓർഗനൈസ് എ സെമിനാർ ബേസ്ഡ് ഓൺ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫീച്ചേഴ്സ് പ്രത്യേകതകൾ അല്ലെങ്കിൽ സവിശേഷതകൾ എന്ന വിഷയത്തിലൊരു സെമിനാർ സംഘടിപ്പിക്കുക. നമ്മൾ ഫീച്ചേഴ്സ് പഠിച്ചിട്ടുണ്ട്, അത് ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം സെമിനാർ തയ്യാറാക്കാൻ. ക്വസ്റ്റ്യൻ 3, പ്രിപ്പയർ എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ യുവർ ക്ലാസ് ബേസ്ഡ് ഓൺ ദ ഐഡിയാസ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ക്ലാസ്സിനായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കുക. അപ്പോൾ അതിലെന്തൊക്കെ വരണം മക്കളെ? ഇക്വാലിറ്റി, അതുപോലെ ഡിസിപ്ലിൻ, പിന്നെ നമ്മൾ പാലിച്ചിരിക്കേണ്ട ഡ്യൂട്ടീസ്, സ്കൂളിൽ നമ്മൾ പാലിച്ചിരിക്കേണ്ട ഡ്യൂട്ടീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ഒബേ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ക്വസ്റ്റ്യൻ 4, ഓർഗനൈസ് ആൻ അവയർനെസ് പ്രോഗ്രാം ഓൺ ചൈൽഡ് സേഫ്റ്റി ആൻഡ് പോക്സോ ആക്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലീഗൽ എക്സ്പേർട്സ്. കുട്ടികളുടെ സുരക്ഷയും പോക്സോ നിയമവും എന്ന വിഷയത്തിൽ ഏതെങ്കിലും നിയമവുമായിട്ട് ബന്ധപ്പെട്ട വിദഗ്ധരുണ്ടാവും, അഡ്വക്കേറ്റ്സും അതുപോലെ നമ്മുടെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസിലൊക്കെയുള്ള
ഡ്യൂട്ടി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അവരുടെ സഹായത്തോട് കൂടിയിട്ട് ഒരു അവയർനെസ് പരിപാടി നിങ്ങൾ സ്കൂളിൽ സംഘടിപ്പിക്കുക. നിങ്ങളുടെ ടീച്ചറുടെ സഹായത്തോട് കൂടിയിട്ട് ചെയ്യേണ്ട പ്രവർത്തനമാണ് അത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനായിട്ടുള്ളത്. ക്ലാസ് എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ 7ാം ക്ലാസ്സിലെ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിനെ വീണ്ടും കാണാം. താങ്ക്